ദ അയൺ ക്ലോ ഷോൺ ഡർക്കിൻ സംവിധാനം ചെയ്ത് സാക് എഫ്രോൺ കേന്ദ്ര കഥാപാത്രമായി വന്ന ഇംഗ്ലീഷ് സ്പോർട്സ് ഡ്രാമ. ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഒരു വല്ലാത്ത പടമാണിത് കേട്ടോ. പടത്തെക്കുറിച്ചോ ഇതിന്റെ പ്ലോട്ടിനെ കുറിച്ചോ ഒന്നും കൂടുതൽ അറിയാതെ ഈ സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഈ ചിത്രം നൽകുക. പൊതുവെ സ്പോർട്സ് ഡ്രാമകളോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ സിനിമ കണ്ടു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മളെ വല്ലാതെ പിടിച്ചിരുത്തുന്നുമുണ്ട്. ഓഫ് കോഴ്സ് ഇത് A24 പ്രൊഡക്ഷന്റെ സിനിമയാണ്. അതാണ് ഈ സിനിമ കാണാൻ എന്നെ ആദ്യം പ്രേരിപ്പിച്ച ഘടകവും. പ്രശസ്തമായിട്ടുള്ള ഒരു റെസ്ലിംഗ് ഫാമിലിയുടെ ലൈഫിലെ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ തിരക്കഥയാണ് ദ അയൺ ക്ലോവിന്റേത്. സഹോദര സ്നേഹത്തിന്റെ തീവ്രത കുറിച്ചാണ് സിനിമ പറയുന്നത്. ലിറ്ററലി അപൂർവ സഹോദരர்கள். വളരെ തീവ്രമായ ഇമോഷണലി വളരെ പിടിച്ചുലയ്ക്കുന്ന ഒരു ഡ്രാമയാണിത്. നല്ല സ്ക്രിപ്റ്റിന്റെ മേന്മ പടത്തിൽ ആകമാനം നമുക്ക് കാണാനുമുണ്ട്. സംഭാഷണങ്ങളും എടുത്തു തന്നെ പറയണം. ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ വളരെ ഹൗണ്ടിങ് ആയിട്ടുള്ള ഒരുപാട് ഡയലോഗുകൾ പടത്തിൽ വരുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും പോയ വർഷത്തെ മികച്ച ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ എന്ന് തന്നെ പറയാവുന്ന സിനിമയാണിത്. അഭിനയിച്ച എല്ലാവരുടെ പ്രകടനങ്ങളും ഒന്നിനൊന്നും മെച്ചം. എസ്പെഷ്യലി കെവിൻ വോൾട്രിച്ച് എന്ന കഥാപാത്രമായി വന്ന സാക് എഫ്രോണിന്റേത്. കഥാപാത്രത്തിന് വേണ്ടി കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധം ഒരു ഗംഭീര മേക്ക് ഓവർ തന്നെ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ഒരുപാട് ഇമോഷണൽ വെയിറ്റ് ഒക്കെ തന്റെ ചുമലിലുള്ള ഒരു കഥാപാത്രമാണ്. ഒത്തിരി ഇമോഷൻസ് പെയിൻസ് ഒക്കെ ഉള്ളിലൊതുക്കി നീറുന്ന ഒരു വേഷം. അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാവുന്ന ഒരു വേഷമാണിത്. ബാക്കി എല്ലാ സഹോദരന്മാരായി വന്നവരും നന്നായിട്ടുണ്ടായിരുന്നു. ചേട്ടത്തിയായിട്ട് വന്ന ലില്ലി ജെയിംസ് കെവിന്റെ പ്രതീക്ഷയായ സിനിമയിലെ ഏക പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് പുള്ളിക്കാരിയും കിടിലനായിരുന്നു. അച്ഛൻ കഥാപാത്രത്തോട് എനിക്ക് നല്ല ദേഷ്യം തോന്നി. തങ്ങളുടെ ലക്ഷ്യങ്ങൾ മക്കളുടെ തലയിൽ കെട്ടിവെക്കുന്ന ടിപ്പിക്കൽ ആഗോള തന്ത. ഇവിടെ ഭൂഗോളത്തിന്റെ സ്പന്ദനം റെസ്ലിംഗിലാണെന്ന് മാത്രം. പക്ക ചാക്കോമാഷ്. എപ്പോഴാണ് ഓരോ അച്ഛന്മാരും ഇത് തിരിച്ചറിഞ്ഞ് ഈ അടിച്ചേൽപ്പിക്ക പരിപാടി നിർത്തുക എന്നറിയില്ല. സത്യത്തിൽ അതാണ് മിക്ക കുടുംബങ്ങളുടെയും കേഴ്സ് ആയിട്ട് മാറുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾക്കല്ല മക്കളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവരെ വളർത്തുക എന്നതാണ് ബെറ്റർ. ഇതിലാണല്ലേ മക്കളിൽ ഒരാളെ ഫേവറേറ്റ്, അത് കഴിഞ്ഞ് നീ, പിന്നെ നീ എന്നുള്ള ഒരു റാങ്കിങ് സിസ്റ്റം കണ്ടപ്പോൾ തന്നെ വാട്ട് ദ ഫക്ക് എന്ന് തോന്നിപ്പോയി. അച്ഛനായിട്ട് വന്ന ഹോൾ മെക്കലാനി കിടിലനായിട്ട് ആവേശം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ, എഡിറ്റിംഗ് എല്ലാം കിടുവായിരുന്നു. അങ്ങനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണിത്. എന്നിട്ടും ഓസ്കാറിൽ ഒരു നോമിനേഷൻ പോലും ലഭിക്കാതെ ഷട്ട് ഔട്ട് ആയത് അത്ഭുതം തന്നെയാണ്. സ്പോർട്സ് ഡ്രാമ താല്പര്യമില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല പോലെ ലാഗടിക്കും എന്നുള്ളതാണ് ഈ പടത്തിന്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. സോ ചിലർക്ക് കുറച്ച് ബോറിംഗ് ആയേക്കാം ഈ പടം. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പടം വേറൊരു അനുഭവമായിരിക്കും നൽകുക. ചുരുക്കത്തിൽ ഞാൻ ഇതിന് 4 out of 5 റേറ്റിംഗ് നൽകിയ ഒരു മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടു നോക്കുക. ഈ സിനിമയും ഈ ഫാമിലിയും ഈ പടം കണ്ടു കഴിഞ്ഞ് കുറച്ചു കാലം ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം കളഞ്ഞേക്കാം.